ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് നമുക്ക് സിമ്പിളായി കണക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെ പറ്റിയാണ്. കണക്കെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളോർക്കും വലിയ കണക്കുകൾ, അതൊന്നുമല്ല. സിമ്പിളായി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ 1 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അങ്ങനത്തെ ഇന്റർഫേസ് ആണ് പ്ലസും മൈനസും ഒക്കെ കാണിച്ചിട്ടുള്ളത്. മാത്ത് പ്ലസ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇന്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. നിങ്ങൾക്കൂടെ കാണുന്നുണ്ടാകും സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടോ. അപ്പൊ ഈ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ലോഡ് ആവുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇമെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലോഡ് ആയിട്ട് അടുത്ത ഇന്റർഫേസിലോട്ട് നമ്മൾ മൂവ് ആവുന്നതാണ്. വീഡിയോ ഫുൾ ആക്കിയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടാണ്. റഫറൽ കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. റഫറൽ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്, കാരണം ബോണസ് കിട്ടുന്നുണ്ട്. ആ ബോണസ് കൂടി കൂട്ടി നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ റഫറൽ കോഡ് സ്ക്രീനിന്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗോ ടു മാത്ത് പ്ലസ് എന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിലെ മാത്സ് സോൾവ് ചെയ്തിട്ട് എങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, 1+1 2 ആണെന്നും 3+3 6 ആണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ എമൗണ്ട് എങ്ങനെ ഏൺ ചെയ്യാനുള്ളത് പറഞ്ഞത് നിമിഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 12 സെക്കൻഡിന്റെ ഒരു പരസ്യം വരും. ആ പരസ്യം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് വലിയ വലിയ കമ്പനീസിന്റെ പരസ്യങ്ങളാണ്. അപ്പൊ ആ പരസ്യം കഴിയുമ്പോൾ നമുക്ക് ഒരു മാത്തമെറ്റിക് വരും. ആ മാത്തമെറ്റിക് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പൊ എന്റെ പരസ്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പൊ എന്റെ പരസ്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്ന ഒരു ക്രോസ് ബട്ടൺ. ആ ക്രോസ് ബട്ടൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും 5+2 = എത്ര വരും. നിങ്ങൾ താഴെ കാണിച്ചിട്ടുണ്ടാവും അതിന്റെ ആൻസർ എത്രയാണുള്ളത്. 5 കൂടെ 2 കൂട്ടിയ 7 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവട്ടെ, നമ്മൾ വേറെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ 5 കൂടെ 2 കൂട്ടിയ ഈക്വൽ എത്ര കിട്ടും, 7 കിട്ടും. അപ്പൊ 7 സെലക്ട് ചെയ്യുക. 7 സെലക്ട് ചെയ്തതിനു ശേഷം ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ഗോൾഡ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും കളക്ട് ആൻഡ് പ്ലേ അഗെയിൻ അല്ലേ. കളക്ട് ആൻഡ് പ്ലേ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു പരസ്യം നിങ്ങൾക്ക് ഇവിടെ ലോഡായി വരുന്നതാണ്. നമുക്ക് പരസ്യം നമ്മുടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കിട്ടും കേട്ടോ. അപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് 4+4 4 കൂടെ 4 കൂട്ടി എത്രയാണ്, 8 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ആൻസർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ 4 കൂടെ 4 കൂട്ടി 8 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 8 സെലക്ട് ചെയ്യുക, സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് 10 ഗോൾഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കളക്ട് ആൻഡ് പ്ലേ അഗെയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ കളിക്കാൻ പറ്റുന്നതാണ്. അത് എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഈ കളക്ട് ആൻഡ് പ്ലേ അഗെയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത പരസ്യം വരും, മാത്തമെറ്റിക് കണക്കുകൾ വരും. ആ കണക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ കാണുന്നുണ്ടാകും നമ്മൾ ഏകദേശം ഇതിൽ 2 വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും യുവർ ഗോൾഡ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് എമൗണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഗോൾഡ് കിട്ടിയിട്ട് എന്താ കാര്യമില്ല. അപ്പൊ ഈ ഗോൾഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ഒരു നിശ്ചിത എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേറെ എമൗണ്ടിലോട്ട്, അതായത് ഇന്ത്യൻ മണിയിലോട്ട് മാറും. അത് നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ടോ അല്ലെങ്കിൽ പേയ്പാലിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിഡ്രോ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലോട്ടോ ഗൂഗിൾ പേയിലോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ സർവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. സർവേ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ 100 ഗോൾഡ് ഒറ്റയടി കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളിപ്പോ ഒരു 5 റേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ഗോൾഡ് വീണ്ടും കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്റ്റാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്ഷൻ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് ഗുഡോ എന്തെങ്കിലും വേണമെങ്കിൽ എഴുതാം. ഗുഡിന് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ കാണുണ്ടാവും പോസ്റ്റ് എന്നുള്ള. ആ പോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോസ്റ്റ് ആവും. അതിനുശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് നിങ്ങൾ ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പേയ്മെന്റ് അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ നിങ്ങളുടെ ഗോൾഡ് ഏകദേശം 0.02 ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എമൗണ്ട് കയറുന്നതാണ്. അതേപോലെ തന്നെ ഇത് കാണുന്ന 10 ഗോൾഡ് എന്നുള്ളടത്ത് അവിടെ 60 ഗോൾഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഗോൾഡ് കൂടുന്നുണ്ട്, ഏകദേശം ഒരു കുറച്ച് എമൗണ്ട് ഗോൾഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോളർ ആയിട്ട് വരും. ആ ഡോളർ മീൻസ് നമ്മൾ പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാം, പേയ്പാലിലോട്ട് വിഡ്രോ ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യുന്നതിന്റെ മെത്തേഡും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടും എമൗണ്ട് മേടിച്ചു. ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം വളരെ ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യം ഉണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു പച്ച ബോക്സ്. ആ പച്ച ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതേമാതിരി വീഡിയോ ആഡ് വരും.
നിങ്ങൾക്ക് കാണാൻ പറ്റും 1+4, അതായത് 5 ഇതിന്റെ ഉത്തരം. 5 സെലക്ട് ചെയ്യുക, സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീണ്ടും 10 കോയിന് കിട്ടി. അതങ്ങനെ നമുക്ക് ഇങ്ങനെ എമൗണ്ട് ആയിട്ട് ഇവിടെ ആഡ് ആവും ചെയ്യുന്നതാണ്. ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു $3 കിട്ടുന്ന ഒരു വകുപ്പുണ്ട്. അതായത് $3 എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 210 രൂപക്ക് മുകളിൽ 210 രൂപ ഉണ്ടോ $3 കിട്ടുന്നത്. ആ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒരു പരസ്യം വരും. ഏകദേശം $6 വരെ കിട്ടാം. $6 എന്ന് പറയുമ്പോൾ ഏകദേശം 410 രൂപയോളൊക്കെ വരാം. വിൻ അപ് ടു കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗോൾഡ് ഏൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഫ്രീ ആയിട്ട് $3 മുതൽ $6 വരെ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. $3 210 കിട്ടിയാലും ലാഭമാണ്, 420 കിട്ടിയാലും ലാഭമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഇപ്പോൾ ഓരോ ആൾക്കാരും ഏൺ ചെയ്തിട്ടുള്ള ഗോൾഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ടോപ്പ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21,780 ഗോൾഡാണ്. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇതിൽ ഗോൾഡ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് ഏൺ ചെയ്തതിന്റെ പേയ്മെന്റ് കിട്ടും. അതേപോലെ തന്നെ ലീഡർ ബോർഡിൽ കയറിയതിന്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ നല്ലൊരു എമൗണ്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എമൗണ്ട് വിഡ്രോ അടിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്നുണ്ടാകും ഇവിടെ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഞാൻ കുറെ ഗോൾഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയാലും ബാലൻസ് ഇവിടെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും. ഏകദേശം 1000, 10,000 കോയിൻസ്, 1000 മുകളിൽ കോയിൻസ് ഒക്കെ 1000 ഇതിൽ ആഡ് ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ 100 കോയിൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 370 ഇപ്പൊ തന്നെ വിഡ്രോ അടിച്ചാലൊക്കെ വിചാരിക്കണ്ട. കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണിച്ചതിന് ടൈം കൊണ്ടിയാൽ നിങ്ങൾക്ക് 70, 60 കോയിൻസ് ഉണ്ടായി, ഗോൾഡ് ഉണ്ടായി കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഗോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് യുവർ ബാലൻസിൽ കൊടുത്ത് വരും. അപ്പോൾ വിഡ്രോ അടിക്കുന്നതിന് വേണ്ടി വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതിലോട്ട് വേണമെങ്കിൽ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്ന ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടാവും. ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ $5 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ സെലക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടോ ഈ ഒരു ബോക്സ് ആണ് സെലക്ട് മെത്തേഡ്. അതിന്റെ തൊട്ടേക്കുന്ന ഒരു ഏരോ മാർക്ക് ഉണ്ടാവും താഴോട്ട്. ആ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്പാൽ ട്രാൻസ്ഫർ, പേടിഎം ട്രാൻസ്ഫർ, പേടിഎം വാലറ്റിലോട്ടും വിഡ്രോ ചെയ്യാം, പേയ്പാൽ ട്രാൻസ്ഫറും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ബാങ്കിലോട്ടും ഗൂഗിൾ പേയിലോട്ടൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ അടിച്ചെടുക്കാം, പേയ്പാലിലോട്ടും വിഡ്രോ അടിച്ചെടുക്കാം. എന്നിട്ട് അവിടുന്ന് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം. അല്ല ഡയറക്റ്റ് പേടിഎം ക്യാഷ് മാത്രം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റ് എന്ന് പറഞ്ഞ പേടിഎം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പേടിഎം നമ്പർ കൂടെ ആഡ് ചെയ്തിട്ട് സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, പേടിഎം നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പേടിഎം നമ്പർ അവിടെ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ പേയ്പാലിന്റെ ആണെന്നുണ്ടെങ്കിൽ പേയ്പാൽ ട്രാൻസ്ഫർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്പാലിന്റെ ID അടിച്ചു കൊടുത്തിട്ട് സേവ് ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് സെൻഡ് ട്രാൻസ്ഫർ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ എത്തുന്നതാണ്. 24 മണിക്കൂറിന്റെ ഉള്ളിലാണ് പേയ്മെന്റ് വരിക. ഇൻസ്റ്റന്റ് പേയ്മെന്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇന്ന് റിസീവ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. മാറ്റ് പ്ലസ് റിവാർഡ്സ് എന്ന് പറഞ്ഞ പേരിൽ നമുക്കൊരു 350 രൂപ കിട്ടിയിട്ടുണ്ട്. $5 എന്ന് പറയുമ്പോൾ ഏകദേശം 370 രൂപയാണ് വരിക. പക്ഷേ 20 രൂപ ടാക്സ് കഴിഞ്ഞിട്ട് 350 രൂപയാണ് കിട്ടുക. ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ക്യാഷ് ബാക്ക് വാല എന്ന് പറഞ്ഞ പേരിലാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ക്യാഷ് ബാക്ക് വാല എന്ന പേരിലാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. പക്ഷേ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾക്ക് മാത്ത് പ്ലസ് റിവാർഡ്സ് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാനും പറ്റും എമൗണ്ടിന്റെ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.